ഇപ്പോൾ രത്നകുമാർ പല്ലിശ്ശേരി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പല്ലിശ്ശേരി, ഇവിടെ ഇതായി സിനിമാ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം ജൂറി ചെയർമാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പരാമർശങ്ങളുണ്ട്. അത് അങ്ങേയറ്റം രാഷ്ട്രീയം നിറഞ്ഞ പരാമർശമായിരുന്നു എന്നതിൽ തർക്കമില്ല. അതിലൊന്ന്, മമ്മൂട്ടിയെ പോലെ ഒരാളെ ദേശീയ സിനിമ ഡിസർവ് ചെയ്യുന്നില്ല എന്ന പരാമർശം. ഫൈൽസിനും ഒക്കെയല്ലേ ദേശീയ തലത്തിൽ പുരസ്കാരങ്ങൾ ലഭിക്കുന്നത് എന്ന ചോദ്യം. ഇവിടെയൊക്കെ നിറയുന്നത് കലയ്ക്കപ്പുറത്തെ രാഷ്ട്രീയമായിരുന്നു എന്നത് വ്യക്തമാണ്. അത് സംസാരിച്ച പ്രകാശ് രാജ് തന്നെ അധ്യക്ഷനായിട്ടുള്ള ജൂറി പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ഏറ്റവും മികച്ച ഗാനരചയിതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് വേടനെ പോലെയുള്ള ഒരാൾ ആണ്. അതിജീവനത്തിനു വേണ്ടിയുള്ള ത്വര എന്നാണ് അദ്ദേഹം ഈ ഗാനരചനയെ വിശേഷിപ്പിച്ചത്. സാധാരണയൊക്കെ ഈ ഗാനരചനയ്ക്ക് അതിജീവനത്തിൻ്റെ ത്വരയാണോ മാനദണ്ഡമായി എടുക്കാറ്? അതിനപ്പുറത്ത് ഭാഷാശുദ്ധിയും മലയാളത്തിൻ്റെ മനോഹാരിതയും പദസമ്പത്തും ഒക്കെയാണ് എന്നാണ് എൻ്റെ ഒരു അനുമാനം, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ എഴുതപ്പെട്ട നിയമങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തിരഞ്ഞെടുക്കാം. അതല്ല എങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സ് പോലെയുള്ള സിനിമ വാരിക്കൂട്ടുന്നു ഈ അവാർഡുകൾ എന്നുള്ളതാണ്. ഒട്ടേറെ സിനിമകൾ, നേരത്തെ ഹരി സൂചിപ്പിച്ചതുപോലെ, തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിപ്പിച്ചില്ല എങ്കിൽ പോലും പ്രമേയത്തിൻ്റെ പ്രത്യേകത കൊണ്ട് പറഞ്ഞ വിഷയത്തെ തിരശീലയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട രീതി കൊണ്ടൊക്കെ ചർച്ച ചെയ്യപ്പെട്ട നിരവധി സിനിമകൾ ഉണ്ടായിരുന്നു. ആ സിനിമകൾ മാറ്റി നിർത്തപ്പെടുമ്പോൾ പ്രകാശ് രാജ് പറഞ്ഞ ആ രാഷ്ട്രീയം ഈ അവാർഡിലും പ്രതിഫലിച്ചോ എന്ന് സംശയം ഉയരുന്നുണ്ട്. ചിലർ അങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്താണ് താങ്കളുടെ നിരീക്ഷണം? നമ്മള് ഏതൊരു അവാർഡ് കമ്മിറ്റിയും ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തെ നമുക്ക് ചോദ്യം ചെയ്യാം, ചോദ്യം ചെയ്യാതിരിക്കാം. നമ്മൾ അവരെ 10-13 പേര് ആണ് ഒരു കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൽ മണ്ടന്മാരുണ്ടായിരിക്കാം, ബുദ്ധിജീവികളുണ്ടായിരിക്കാം, വിധേയത്വമുള്ളവരായിരിക്കാം, ചിലപ്പോ 1-2 പേര് നട്ടലുള്ളവരായിരിക്കാം. ഇതൊക്കെ അടങ്ങിയതാണ് ആ കമ്മിറ്റി റിസൾട്ട് വരുന്നത്. ഈ റിസൾട്ട് വരുമ്പോൾ പല അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഇടപെടുക. അത് കേന്ദ്രവും സംസ്ഥാനമൊന്നുമില്ല, എല്ലാ കേന്ദ്രങ്ങളിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അവർക്ക് ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാറുണ്ട്. ഇനി ഒരേ രാഷ്ട്രീയക്കാരനല്ലെങ്കിലും ചില പ്രത്യേക ഫ്രണ്ട്ഷിപ്പ് അവിടെ കാത്തു സൂക്ഷിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മളെ ഇപ്പം നമ്മൾ കേന്ദ്രത്തിൽ തന്നെ എടുക്കുക. കേന്ദ്രത്തിൽ കിട്ടുന്ന അവാർഡുകൾ, ഇവിടുന്ന് പോകുന്ന അവാർഡിന് കിട്ടാത്ത അവാർഡ്, കേന്ദ്രത്തിൽ നാഷണൽ അവാർഡില് മികച്ച ചിത്രം സംവിധാന അവാർഡുകൾ ധാരം കിട്ടിയിട്ടുണ്ട്. അതിന്റെ പഴയ റെഫറൻസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അതേ സ്ഥാനത്ത് അവിടെ കിട്ടാത്തതിന് ഇവിടെയും കിട്ടാത്തതുണ്ട്. അപ്പൊ അവിടുത്തെ ജൂറി വേറെ. ഇവിടെ ഒരു സംസ്ഥാനത്ത് 100-150 ചിത്രങ്ങളാണ് ഇവിടെ റിലീസ് ചെയ്യുന്നത്. അതിൽ നിന്ന് കുറെ സിനിമകളാണ് ഇവിടെ വരുന്നത്. മറ്റ് ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാനത്ത് വരുന്ന ചിത്രങ്ങളാണ് മത്സരിക്കുന്നത്. ആ ചിത്രങ്ങളിൽ ദ ബെസ്റ്റ് ആണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആലോചിക്കണം. അപ്പൊ അവിടെ കിട്ടിയിട്ടും ഇവിടെ കിട്ടാതിരിക്കുന്ന സംവിധാനമുണ്ട്. അത് രാഷ്ട്രീയമാണോ അറിവില്ലായ്മോ നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നതാ, ഒരേ വർഷങ്ങളില് ഒരു ജൂറി വരുന്നു, അവര് തീരുമാനിക്കുന്നു, കൊടുക്കുന്നു, വിവാദങ്ങൾ ഉണ്ടാവുന്നു. ആ വിവാദങ്ങൾ ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചർച്ച മൈൻഡ് ചെയ്യില്ല അവര്. അത് കുറെ പേപ്പട്ടികൾ, കുറെ പട്ടികൾ അവിടെ നിന്ന് കുറയ്ക്കുക, അവര് കുറച്ചോട്ടെ എന്നുള്ളൊരു നയമാണ് സ്വീകരിക്കുന്നത്. അതിനാദ്യം വേണ്ടത് ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണെങ്കിൽ ആ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഈ നാടിന്റെ സംസ്കാരം കാത്തു സൂക്ഷിക്കേണ്ട എല്ലാ രീതിയിലും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആ സംസ്കാരം സൂക്ഷിക്കേണ്ട ഒരാളാണെന്ന് ആലോചിക്കണം. ഇവിടെ ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ ഓരോ വകുപ്പുണ്ട്. ആ വകുപ്പുകളിൽ ഇരിക്കുന്ന ആൾക്കാര് ഞങ്ങളുടെ എന്താണ് ആരാണെന്ന് അവർക്ക് അറിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാ. ഞാനിപ്പോ പേര് പറഞ്ഞു നോക്കിയില്ല. അപ്പൊ എനിക്ക് അധികാരം തന്നാൽ എന്റെ അധികാരത്തിൽ ആ പവർ ഞാൻ എങ്ങനെ വിനിയോഗിക്കണം എന്ന് തീരുമാനിക്കണം. അങ്ങനെ വിനിയോഗിച്ചെങ്കിൽ എന്റെ പേര് ചരിത്രത്തിൽ എഴുതുന്നത് ഞാനൊരു നല്ല ഭരണാധികാരി ആയിരുന്നില്ല എന്ന് തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താ? പ്രകാശ് രാജ് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പ്രകാശ് രാജ് വ്യക്തമായിട്ട് രാഷ്ട്രീയ ചായ്വുള്ള ഒരാളാണ്. സ്വന്തമായ അഭിപ്രായം പറയുന്ന അധികാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള പ്രകാശ് രാജിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ പ്രകാശ് രാജ് സിനിമ ചെയ്തിട്ടുണ്ടോ, നിർമ്മിച്ചിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ടോ ഒക്കെ ഇങ്ങനെയുള്ള ഗ്രാഫ് എങ്ങനെയാണ്, സംവിധാന രംഗത്തുള്ള ഗ്രാഫ് എങ്ങനെയാണ് നമ്മൾ പരിശോധിച്ചിട്ടില്ല. ഇനി പ്രകാശ് രാജിനെ മാറ്റിയെടുത്ത വേറെയും ആൾക്കാരിരിക്കുക. നമ്മൾ ഓരോ സൈഡിലും ഓരോ മിക്കും അവരൊക്കെ കുറേയും കൂടി മികച്ച സംഭാവനകൾ മലയാള സിനിമയ്ക്കോ ഇന്ത്യൻ സിനിമയ്ക്കോ ആയിരിക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. അങ്ങനെ പാലിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. മറ്റൊന്ന് നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ടായിരിക്കാം അവാർഡുകൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രേം നസീർ നാഷണൽ ജൂറി ചെയർമാൻ ആയിരുന്നപ്പോ അന്ന് ഭരത് അവാർഡ് കിട്ടിയത് MGRനാണെന്ന് ആലോചിക്കണം. അന്ന് രക്ഷാകാരൻ എന്നുള്ള സിനിമയിൽ അഭിനയിച്ചതിന് MGRന് അവാർഡ് കൊടുത്തപ്പോ അതിന് വളരെ വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും. ഇതിനാണ് അവാർഡ് കൊടുക്കുന്നത്, കച്ചവട സിനിമയല്ലേ, MGRല്ലേ, അങ്ങനെയല്ലേ, എങ്ങനെയല്ലേ എന്നുള്ളത്. പക്ഷെ അതിലൊരു സത്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ നസീർ സാറെ കണ്ടുവച്ചു, സാറേ ഇത് സത്യത്തിൽ ഇതിന് അർഹനാണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എന്തുകൊണ്ടും അർഹൻ തന്നെയാണ്.
പക്ഷെ ഞാൻ ഇത്തവണ അദ്ദേഹത്തിന്റെ പേരിൽ കൂടി കുറച്ചുകൂടി സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഇത്തരം ഒരു അവാർഡ് കിട്ടുമായിരുന്നില്ല. അപ്പൊ കഴിവുകൾ ഉണ്ടായിട്ടും ആ കഴിവുകൾ യഥാസ്ഥാനത്ത് വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അങ്ങനെയും ചില അറിയാതെ ചില വിട്ടുവീഴ്ചകളുടെ. പിന്നെ മറ്റൊന്ന് മനസ്സിലായി, യൂസഫ് അലി കേച്ചേരി നല്ല കവിയാണ്, നല്ല ഗാനരചയിതാവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓരോ മുസ്ലിം സമുദായത്തിൽ പിറന്നത് കൊണ്ട് എന്നിട്ട് പോലും സംസ്കൃതത്തിൽ പാണ്ഡിത്യം നേടിയ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടി. ആ അവാർഡ് കിട്ടാൻ അർഹനാണ്. പക്ഷെ തള്ളിപ്പോകുമായിരുന്ന ആ ഒരു അവാർഡിനെ ഇവിടുന്ന് പോയ ഒരു ജൂറി മെമ്പർ സഹായിച്ചു എന്നുള്ള യാതൊരു സംശയമില്ല. അന്ന് എനിക്ക് തോന്നുന്നത് ഹരിഹരൻ സാറായിരുന്നുള്ളതാണത്. ഹരിഹരൻ സാറ് ജസ്റ്റ് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളായിരുന്നു. പക്ഷെ കഴിവുകൾ ഉണ്ടായിട്ടും ഒരു കാരണം തള്ളിപ്പോകാൻ പാടില്ല എന്ന് അദ്ദേഹം വളരെ തോന്നിയിരിക്കാം. അങ്ങനെ കുറെ അവാർഡുണ്ട്. ഇവിടെ കേരളത്തിൽ തന്നെ എടുക്കാം. കേരളത്തിൽ തന്നെ എത്രയോ അവാർഡുകൾ അർഹതയുണ്ട്. നമ്മൾ വിധി എഴുതുന്ന അവാർഡുകൾ പലർക്കും പലതും കിട്ടാറില്ല. അത് വ്യത്യസ്ത ചിന്താഗതിയായിരിക്കാം. നമ്മൾ അവിടേക്കൊന്നും ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുന്നവരാ. ഇവിടെ ചലച്ചിത്ര അക്കാദമി അതിന് നിയമം വെച്ചാല് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണത്. അവര് നിയമിക്കുന്ന ഒരു കമ്മിറ്റി. അല്ല, പക്ഷേ അവിടെ താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുമ്പോഴും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെട്ട മറ്റ് സിനിമകൾ അത് ഈ പറയുന്നത് പോലെ തിയേറ്ററുകളിൽ വലിയ ഹിറ്റുകളൊന്നും ആകണമെന്നില്ല. ഇപ്പോൾ സൂചിപ്പിച്ച ഒട്ടേറെ ചിത്രങ്ങളുണ്ട്. വിക്ടോറിയ പോലെയുള്ള സിനിമകളുണ്ട്, ഫെമിനിച്ചി ഫാത്തിമ പോലെയുള്ള ചിത്രങ്ങളുണ്ട്, നേരത്തെ ശ്രുതി ശരണ്യത്തിൻ്റെ സിനിമയുണ്ട്. ഇതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമകളാണ്. ആ സിനിമകൾ സർക്കാരല്ലേ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്ന മറുചോദ്യം കൂടി ഉയരുന്നുണ്ട്. അതിന് വേറൊരു കാര്യം അറിയാം. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരം സിനിമകളാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. നമ്മുടെ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിൽക്കുന്ന അവിടെ കെട്ടിക്കിടക്കുന്ന കുറെ സിനിമകളുണ്ട്, പഴയ സിനിമകൾ. അത് പ്രദർശിപ്പിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ പണം കൊടുക്കാൻ കഴിയാതെ കുറെ സിനിമകൾ എടുക്കുന്നുണ്ട്. ഇത്തരം സിനിമകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി തിയേറ്റർ മുൻഗണന കൊടുക്കണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് മാധ്യമ പ്രവർത്തകനായിരുന്നപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഇപ്പൊ ഗവൺമെന്റ് തിയേറ്ററുകൾ ഇപ്പോൾ മിക്ക സ്ഥലത്തും ഉണ്ടാവുന്നുണ്ട്. അതിൽ ഒരു തിയേറ്റർ ഇത്തരം സിനിമകൾക്ക് വേണ്ടി മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കൽ പി ഗോവിന്ദപിള്ള അതിന്റെ ചെയർമാനായിരിക്കുന്നത് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായിരുന്നപ്പോ അപ്പൊ ആ തിയേറ്ററുകളിലെല്ലാം സിനിമ കളിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അപ്പൊ എനിക്ക് അടുപ്പമുള്ളത് കൊണ്ട് ഞാൻ വെച്ചു, സഖാവേ ഈ ഇതിലെ ഒരു തിയേറ്ററിൽ എന്തുകൊണ്ടാണ് ഇത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് അറിയോ, താല്പര്യമില്ലാഞ്ഞിട്ടല്ല. അത്തരം സിനിമകൾ പ്രദർശിപ്പിക്കുമ്പോൾ ഇവിടെ തിയേറ്ററിൽ ആളുണ്ടാവില്ല. തിയേറ്ററിൽ ആള് കയറിയാൽ മാത്രമേ മാസ ശമ്പളം തൊഴിലാളികൾക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആലോചിച്ചു, ഇത്രയും സംവിധാനമാണോ ഇവിടെ നിലവിലുള്ളത്? ആ സംവിധാനം ഒരു മാറ്റം വേണ്ടേ? അങ്ങനെ വരുമ്പോൾ 4 തിയേറ്റർ ഉണ്ടെങ്കിൽ ഒരു തിയേറ്റർ പുതിയ സിനിമകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കണമെന്നുള്ളതാണ്. അതായത് സിനിമയുടെ സാമ്പത്തിക വശം മാത്രം പരിശോധിച്ചാൽ മതിയോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ VC അഭിലാഷ്, അദ്ദേഹം ജൂറി അംഗം കൂടിയായിരുന്നു. ശ്രീ VC അഭിലാഷ്, ഈ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷം നിരവധി വിമർശനങ്ങൾ ഉയരുന്നുണ്ട് പല കോണുകളിൽ നിന്ന്. അതിൽ ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുമ്പോൾ ആ പുരസ്കാരങ്ങൾക്കെല്ലാം ആ സിനിമ മാത്രമായിരുന്നോ അർഹമായത് എന്ന സംശയം ഉയരുന്നുണ്ട്. സ്ഥാനാർത്ഥി ശ്രീകുട്ടനെ പോലെയുള്ള ഒരു ചിത്രം അത് വലിയ തോതിൽ സംസ്ഥാന സർക്കാർ പോലും ആ ചിത്രത്തെക്കുറിച്ച് പരാമർശിച്ചു പോയതാണ്. അതായത് ഈ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവർ എന്ന ഒരു രീതി ഇനി ഉണ്ടാകരുത് എന്ന തരത്തിലുള്ള ഒരു സന്ദേശം കൂടി നൽകുന്ന ഒരു സിനിമയായിരുന്നു അത്. അപ്പോൾ